സജോ ചേരുന്നുണ്ട്. സജോ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു വലിയ വിമർശനങ്ങൾക്ക് ശേഷം ഇതാ DIG പോലുള്ള ഉൾപ്പെടെയുള്ളവർ വലിയ സംഘമാണ് എത്തിയ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിന് നാണക്കേട് ഉണ്ടാക്കുന്ന സാഹചര്യം 2 ദിവസങ്ങൾ കണ്ടിരുന്നു. ഇതെല്ലാം കൂടെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ സംഘം അവിടേക്ക് എത്തുന്നു. അഭിഭാഷക സംഘത്തിൻ്റെ അർജുൻ്റെ ജാമ്യത്തിനുള്ള നീക്കങ്ങളെല്ലാം ഇവർ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വാറന്റ് ഉണ്ടോ എന്ന് ഉൾപ്പെടെ പോലീസിനോട് ചോദിച്ചു. പക്ഷേ ഇതൊന്നും കാണാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അർജുനായെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സാഹചര്യം വളഞ്ഞിട്ട് പിടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. എങ്ങനെ കാണാം ഈ ഒരു അറസ്റ്റിനെ? സംസ്ഥാനത്തെമ്പാടും കേരള പോലീസ് അർജുനായങ്കിക്കായി ഹൈ അലേർട്ടിലായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഒരു അഭിമാന പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നതാണ് ഇതിലെ ഒരു പ്രധാന കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് ഒളിവിലിരുന്ന് പലതവണ ഭീഷണിപ്പെടുത്തി, പരിഹസിച്ചു, കമന്റുകൾ എഴുതി, അങ്ങനെ പിടിക്കാമെങ്കിൽ പിടിക്ക് എന്ന് വെല്ലുവിളിച്ചു എന്ന് തുടങ്ങി. അർജുനായങ്കിക്ക് അയാളുടേതായ ഭാഗവുമുണ്ട്. പക്ഷെ അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ആയങ്കിയിലേക്ക് എത്തേണ്ടത് ഒരു അനിവാര്യതയായി മാറി. പോലീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന് തന്നെ അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ഈ കേസുകളുടെ എല്ലാം ആധാരം കോതമംഗലത്തെ ഏതാണ്ട് ഒരു 1.5 മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. അവിടെ അർജുനായങ്കിയുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു റിസോർട്ടിൽ റൂമെടുത്ത് താമസിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതാണ്ട് ഇലക്ഷൻ ഘട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ സംഘടിത കുറ്റകൃത്യത്തിന് അവിടെ ഒത്തുചേർന്നു എന്ന് കാട്ടിയാണ് ആദ്യം കോതമംഗലം പോലീസ് അർജുനായങ്കിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിൽ ഏതാണ്ട് ഒരു 20 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ആയങ്കിക്ക് രൂപപ്പെടുകയും ചെയ്തു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി പുറത്തു വന്നതിന് ശേഷമാണ് തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ, പ്രകോപനമൊന്നുമില്ലാതെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു, ജാമ്യം നിഷേധിച്ചു എന്ന് തുടങ്ങി കോതമംഗലം പോലീസിനെതിരായ ഭീഷണി പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴിയും അർജുനായങ്കി ഉന്നയിക്കുന്നത്. അതിലാണ് ഊന്നുകൽ പോലീസ് അർജുനായങ്കിക്കെതിരെയും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ അർജുനായങ്കി കോടതിയെ സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം ലഭ്യമാകാതെ പോവുകയാണ് ചെയ്തത്. അതിനിടെയാണ് ഈ ഭീഷണിയും മറ്റും ആദ്യം കോതമംഗലം SHOയ്ക്കെതിരെ, അതിനുശേഷം ഊന്നുകൊല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, തുടർന്ന് അങ്ങോട്ടേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ വരെയുള്ള പരാമർശങ്ങളായി അത് വളരുകയും ചെയ്തു. അങ്ങനെ കോതമംഗലത്തും ഊന്നുകല്ലിലുമായി 2 കേസും അതിന് പിന്നാലെ ഒരു കേസ് എറണാകുളം സൈബർ പോലീസിലും രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 3 കേസുകൾ ഇപ്പോൾ എറണാകുളത്ത് മാത്രമുണ്ട്. കണ്ണൂരിൽ ഒരു കേസുണ്ട്. അത് കൂടാതെയാണ് 3 കേസുകൾ എറണാകുളത്ത് മാത്രം ഈ പ്രത്യേക സംഭവത്തിന്റെ തുടർച്ചയായി രജിസ്റ്റർ ചെയ്തത്. അതിനിടെയാണ് ഈ നാടകീയ സംഭവങ്ങൾ അത്രയും അരങ്ങേറിയത് എന്ന് കാണാം. അതായത് ആ ഘട്ടത്തിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്ന അർജുനായങ്കി പിന്നീട് മലബാറിലേക്ക് വടക്കോട്ട് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. പോലീസ് അങ്ങനെ ആദ്യം കൊച്ചിയിൽ നിന്ന് അർജുനായങ്കി സ്ഥലം വിട്ടു എന്ന് മനസ്സിലാക്കുന്നു, പിന്നീട് തൃശ്ശൂർ വഴി കടന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മലബാറിലേക്ക് പോയിരിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് മുതൽ തിരച്ചിൽ വ്യാപകമാക്കിയത്. ഇതിനിടെയെല്ലാം സമൂഹ മാധ്യമ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ കമന്റുകൾ, അതുപോലെയുള്ള പോസ്റ്റുകൾ, സ്റ്റോറികളൊക്കെ വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ആ ഒരു വീഡിയോയിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അർജുനായങ്കി പറയുകയും ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ അർജുനായങ്കി അയാളുടേതായ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പോലീസിനെ സംബന്ധിച്ച് ഒരു നാണക്കേടിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജുനായങ്കിയെ പിടികൂടാൻ വല്ലാതെ നെട്ടോട്ടം ഓടുന്ന സാഹചര്യമുള്ളത്. നേരത്തെയുള്ള മുൻകൂർ ജാമ്യം തള്ളിയതാണ്. അതുകൊണ്ട് ഈ ഫയലിംഗിലേക്ക് വേണമെങ്കിൽ പോകാം. അതായത് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം, അത്തരം മേൽക്കോടതികളെ മുൻകൂർ ജാമ്യവുമായി സമീപിക്കാം അർജുനായങ്കിക്ക് എന്നതാണ്. അത് ഒരുപക്ഷെ അങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള അഭിഭാഷകരുടെ സഹായമൊക്കെ ഇതിനിടെ അർജുനായങ്കി തേടിയേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരാവശ്യം പോലീസിനുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അർജുനായങ്കിക്കെതിരായി ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിച്ചാൽ സാധാരണമായ കേസ് എന്നതാണ്. അതായത് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമല്ല. മുൻപ് പല കേസുകളിലും സ്വർണം പൊട്ടിക്കലിലടക്കം ആരോപണ വിധേയനായ ആളാണ് അർജുനായങ്കി. പല അക്രമ സംഭവങ്ങളിൽ സ്വർണം പൊട്ടിക്കലടക്കം കേസുകൾ ഉൾപ്പെടുകയും ആരോപണ വിധേയനാവുകയും ചെയ്തതാണ്. പക്ഷേ ഏറ്റവും പുതിയ കേസെടുത്ത് പരിശോധിച്ചാൽ ഇത്രയും വലിയ അലർട്ടിലേക്ക് പോകേണ്ടതൊന്നും ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതായത് അർജുനായങ്കി തുടർച്ചയായി സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റുകൾ ഇടുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. അതിനുശേഷം പോലീസിന് പിടികൂടാനാകുന്നില്ല, പല സ്ഥലങ്ങളിലൂടെ വെട്ടിച്ചു കിടക്കുന്നു. ഇതിനിടെ ടോൾ കടന്നു പോകുന്നു, പല സ്ഥലങ്ങളിൽ എത്തുന്ന CCTV കിട്ടുന്നു. ഇതെല്ലാം പുറത്തു വരുമ്പോഴും ഇതിനിടെ അർജുനായങ്കിയുടെ സന്ദേശം ഉൾപ്പെടെ, വീഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോഴും പ്രതിയിലേക്ക് എത്താനാകാത്തത് അതുണ്ടാക്കിയ ഒരു വല്ലാത്ത പ്രകോപനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക് പോവുക എന്നത് അനിവാര്യമായി മാറി എന്നതാണ്. കേസിന്റെ സ്വഭാവമല്ല, മറിച്ച് അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ട
നാടകീയ സംഭവ വികാസങ്ങൾ, പ്രതികരണങ്ങൾ, അതുണ്ടാക്കിയ ചർച്ചകൾ, അലയൊലികൾ, പ്രത്യേകിച്ച് SHOയെയും അതുകൂടാതെ ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ എതിരെയൊക്കെ നടത്തിയ പരാമർശങ്ങളുമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കി, വല്ലാതെ വട്ടം കറക്കി, വല്ലാതെ വെട്ടിലാക്കി പോലീസിനെ എന്താണ് കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ഒരു അറസ്റ്റ് അനിവാര്യമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ അത്ര പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ രൂപത്തിൽ ചർച്ചയായതോടുകൂടിയാണ് DIGയെ പോലുള്ള ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, അങ്ങനെ സംസ്ഥാന വ്യാപകമായി പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ചുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് നേരിട്ട് പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ, അല്ലെങ്കിൽ സാധാരണമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കേസാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ കാര്യത്തിലുള്ളത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഘട്ടത്തിലെ ഒളിവിലിരുന്നുള്ള ഒളിയുദ്ധം, സൈബർ പോര് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാധാരണമായ ഒരു കേസാണ്. പക്ഷേ സംസ്ഥാനത്തെ പോലീസ് സേന ഒന്നാകെ അർജുൻ ആയങ്കിക്ക് പിന്നാലെ പായുന്ന ഒരു കാഴ്ച ഈ കേസിൽ ഉണ്ടായി എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷമായ കാര്യം. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ ഫയൽ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ അതും ബുദ്ധിമുട്ടാകും എന്നൊരു വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ പല രൂപത്തിൽ, അതായത് സമൂഹ മാധ്യമ അക്കൗണ്ട് തന്നെ തുടർച്ചയായി ആക്റ്റീവായിട്ടും ലൊക്കേഷൻ തുടർച്ചയായി മാറ്റുകയും വാഹനത്തിൽ ടോൾ പ്ലാസ അടക്കം കടന്നുപോയിട്ടും പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ഒരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വലിയ ഹൈ അലേർട്ട് എടുക്കുകയും കാര്യമായി തന്നെ ഈ തിരച്ചിലിൻ്റെ മേൽനോട്ടം വഹിക്കുകയും അല്ലെങ്കിൽ ആ അപ്ഡേറ്റ് ഒക്കെ പരിശോധിക്കുകയും ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ തന്നെ പരിശോധിച്ചാൽ DIG ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിനിടെ നമ്മൾ കണ്ടത് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പോലീസ് വിവിധ ജില്ലകളിലായി കസ്റ്റഡിയിലെടുത്തു. അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി ഒരു കൂട്ടം ആളുകളെ അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളോ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അർജുൻ ആയങ്കി സഹകരിച്ചവരോ ബന്ധപ്പെട്ടവരോ ആയ ഒരു കൂട്ടം ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് നിലവന്നു. അവർക്കെല്ലാം കേസ് ലഭ്യമാകുന്ന നിലവന്നു. അതാണ് അർജുൻ ആയങ്കിയും നേരത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. തൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ, അല്ലെങ്കിൽ തന്നോട് ഏതെങ്കിലും നിലയ്ക്ക് ബന്ധമുള്ള ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുക, ചോദ്യം ചെയ്യുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, അങ്ങനെയും അവരെ എല്ലാവരെയും വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തനിക്ക് തിരുത്താൻ അവസരം തരുന്നില്ല, തന്നെ പിറകെ നടന്ന് വേട്ടയാടുന്നു എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പിന്നീട് ഏറ്റവും ഒടുവിൽ പോലും അർജുൻ ആയങ്കിയുടേതായി പോസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം CPM നേരത്തെ തന്നെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന നേതാവ് കൂടിയായ, നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന MB ജയരാജനൊക്കെ മാധ്യമങ്ങളെ കണ്ട് പിടികൂടുകയാണ് വേണ്ടത്, പാർട്ടിയുമായി ഒരു ബന്ധവും അർജുൻ ആയങ്കിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതും കണ്ടു. അതായത് നേരത്തെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് MB ജയരാജൻ അർജുൻ ആയങ്കിയെ മുൻപ് കൃത്യമായി തള്ളിപ്പറഞ്ഞത്. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് കുറേ അധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ആരോപണം വന്നു. അതുകൂടാതെ വിവിധങ്ങളായ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ തന്നെ സൈബർ യുദ്ധം അർജുൻ ആയങ്കിയുടെയും കൂട്ടാളികളുടെയും, അല്ലെങ്കിൽ ആ സംഘത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് സമ്പൂർണ്ണമായി ആയങ്കിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് CPM സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ പാർട്ടി സമ്പൂർണ്ണമായും തള്ളിപ്പറഞ്ഞെങ്കിലും പാർട്ടിയുടെ പൊതുവായ ഒരു സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു അനുഭാവി വൃന്ദത്തിനകത്ത് പിന്തുണ ആർജിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു സൈബർ പോരാളിയുടെ പരിവേഷത്തിൽ അർജുൻ ആയങ്കി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നത് എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് DYFIയുടെ കണ്ണൂർ ജില്ലയിലെ ഭാരവാഹി കൂടിയായിരുന്ന മനു തോമസിനെതിരെ അടക്കം സംഘടനയിൽ പിന്നീടാണ് അയാൾ പുറത്തേക്ക് പോയത്. സംഘടനയിൽ ഭാരവാഹിയായി നിൽക്കെ തന്നെ അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിലുള്ള സംഘം സൈബർ യുദ്ധം നടത്തിയിരുന്നു. മനു തോമസ് അടക്കം ഈ ലഹരി വിരുദ്ധ റാലി നടത്തിയപ്പോൾ അതിനെതിരായ സൈബർ യുദ്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി മിഷണറിക്ക് അകത്തുള്ള ആളുകൾക്കെതിരെ പാർട്ടി അനുഭാവി എന്ന ലേബലിൽ തന്നെ സൈബർ യുദ്ധം നയിച്ച ആളാണ് അർജുൻ ആയങ്കി. അങ്ങനെ ഒരു അനുയായി വൃന്ദത്തെയും ആരാധക വൃന്ദത്തെയും സമൂഹ മാധ്യമ ഫോളോവേഴ്സിനെയും ആ ഘട്ടത്തിലും അർജുൻ ആയങ്കി സൃഷ്ടിച്ചെടുത്തിരുന്നു എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അപ്പോൾ പോലും അതിനുശേഷമാണ് പാർട്ടി സമ്പൂർണ്ണമായി അർജുൻ ആയങ്കിക്ക് CPMുമായി യാതൊരു ബന്ധവുമില്ല, വർഗ ബഹുജന സംഘടനകളുമായി ബന്ധമില്ല, ആ സംഘടനകളിലൊന്നും ഏതെങ്കിലും നിലയ്ക്കുള്ള മെമ്പർഷിപ്പില്ല. അതുകൊണ്ട് പാർട്ടിക്ക് അർജുൻ ആയങ്കിയെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല, പാർട്ടിയുമായോ മറ്റ് വർഗ ബഹുജന സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അർജുൻ ആയങ്കി ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ മാത്രം ഉത്തരവാദിത്വത്തിലാണ്. ക്രിമിനൽ കാര്യങ്ങൾ, കേസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം പോലീസ് അന്വേഷിച്ച് നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന നിലപാട് അന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും പാർട്ടിയുടെ അനുഭാവി വൃന്ദത്തിനകത്തുള്ള
ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ ഉണ്ട് എന്ന നിലയ്ക്കുള്ള അവകാശവാദത്തോടു കൂടിയാണ് ഇടത് പ്രൊഫൈൽ എന്ന നിലയ്ക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അന്നും അതിനുശേഷവും ഒക്കെ തുടർന്നു പോന്നിരുന്നത്. അർജുനായെങ്കിൽ പാർട്ടി എല്ലാ അർത്ഥത്തിലും അന്ന് തള്ളിപ്പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ആ പാർട്ടി സംവിധാനത്തിനകത്തുള്ള അല്ലെങ്കിൽ അതിന്റെ അനുഭാവി വൃന്ദത്തിലെ ആളുകളുടെ പിന്തുണയുണ്ട് എന്ന അവകാശവാദത്തോടു കൂടി എല്ലാ ഘട്ടത്തിലും സമൂഹ മാധ്യമങ്ങളിൽ ഇടതു പ്രൊഫൈൽ കൊണ്ടു നടക്കാൻ അർജുനായെങ്കിൽ ശ്രമിച്ചിരുന്നു. അതേ പിന്തുണാ വൃന്ദം തന്നെ പിന്നീട് അങ്ങോട്ടേക്കും ഈ കേസിൽ തന്നെ ഒരു തെറ്റായ പ്രചരണം ഒരു ഘട്ടത്തിൽ ഉണ്ടായതാണ്. അതായത് വെടിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുട്ടിന് താഴെ പിടികൂടുന്നതിനായി എന്ന മറ്റൊരു പ്രചരണം പുറത്തു വന്നു. അത് പക്ഷേ അർജുനായെങ്കിക്ക് സഹായകരമായി മാറി. ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എന്തിനാണ് അർജുനായെങ്കിയെ പോലുള്ള ആളെ വേട്ടയാടേണ്ടത്, അതുപോലുള്ള മറ്റു പല വംശീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ആളുകൾ, വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ആളുകളൊക്കെ പുറത്ത് കൈയും വീശി നടക്കുന്നില്ലേ, അർജുനായെങ്കിയെ പോലുള്ള ഒരാളെ പോലീസിനെതിരെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇങ്ങനെ ഓടിച്ചിട്ട് പിടികൂടാൻ പിന്നാലെ നടക്കണമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തി സമൂഹ മാധ്യമങ്ങളിൽ സംരക്ഷണ കവചവും മറ്റുമൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനിടെ കണ്ടു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ തുടക്കം മുതൽ പ്രത്യേകിച്ച് അർജുനായെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം, അതായത് ആദ്യം ഈ സംഘടിത കുറ്റകൃത്യത്തിനായി ഒത്തുചേർന്നു കോതമംഗലത്ത് എന്നതായിരുന്നു ഒരു കേസ്. അങ്ങനെ ഒരു കേസിന്റെ ഭാവി നമുക്കറിയാം. സ്വാഭാവികമായും സംഘടിത കുറ്റകൃത്യത്തിനായി ഒത്തുചേർന്നു എന്നതൊരു അതിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നെങ്കിലും അതൊരു അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള കേസായി ഒന്നും പിന്നീട് പരിഗണിക്കപ്പെടാൻ പോകുന്ന ഒന്നല്ല. പക്ഷേ അതിനു മുമ്പ് അങ്ങനെ വലിയ ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്നതൊരു വസ്തുതയാണെങ്കിൽ തന്നെയും ആ ഒരു ക്രിമിനൽ സംഘടിത കുറ്റകൃത്യത്തിനായി ഒത്തുചേർന്നു എന്ന ഒരു എഫ്ഐആറിന്മേൽ പിന്നീട് അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അത് നിയമപരമായി പരിശോധിച്ചാൽ അത്ര ഗൗരവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം, അവിടെ എന്തെങ്കിലും കുറ്റകൃത്യം നടന്നിട്ടില്ല, അതിനായി ഒത്തുചേർന്നു എന്ന് മാത്രമാണ് എഫ്ഐആർ ഉള്ളത്. അതിലാണ് അറസ്റ്റിലാകുന്നതും പിന്നീട് റിമാൻഡിൽ പോകേണ്ടിയും വരുന്നത്. ഏതാണ്ട് ഒരു 2 ആഴ്ചയിലധികം 20 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് തന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ വേട്ടയാടി തന്നെ ആസൂത്രിതമായ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്ന വാദം അർജുനായെങ്കിൽ ഉന്നയിക്കുകയും കോതമംഗലത്തെ SHOയ്ക്കെതിരെ ഇത്തരത്തിൽ ഭീഷണിയും ആരോപണങ്ങളും ഉന്നയിച്ചത് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു പ്രതി ഇങ്ങനെ ഒരു ഭീഷണി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ആത്മവീര്യത്തെ ബാധിക്കുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെയുണ്ട് എന്നത് കണ്ടാണ് ഊന്നുകൽ പോലീസ് കേസെടുക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ആ കേസിന്മേൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ പോയതോടുകൂടിയാണ് ഭീഷണി പിന്നീട് പല രൂപത്തിൽ തുടർന്നു. പിടിക്കാമെങ്കിൽ പിടിക്ക്, താൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നു എന്ന അവകാശവാദം ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചു. പിന്നീട് പിടിക്കാമെങ്കിൽ പിടിക്ക് എന്ന് പറയുന്നു. തുടർച്ചയായി ലൊക്കേഷൻ മാറ്റി പല ഫ്ളാറ്റുകളിൽ സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെയായി മാറി മാറി താമസിച്ചു. ലൊക്കേഷൻ ഇതിനിടെ പലതവണ മാറ്റി. അങ്ങനെയാണ് അതിനിടെ പോലീസിനെ വല്ലാതെ വട്ടം കറക്കിയ ഒരു കാര്യം, ടോൾ പ്ലാസ കടന്നു പോകുന്ന CCTV ദൃശ്യമുണ്ട്. ആ ഘട്ടത്തിൽ പോലീസ് നെട്ടോട്ടം ഓടുകയാണ് പിടികൂടാൻ. അപ്പോൾ അതിൽ പ്രതി വിജയിച്ചു എന്ന മട്ടിലേക്കുള്ളൊരു സന്ദേശം സമൂഹ മാധ്യമങ്ങൾ വഴി നൽകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് തൃശ്ശൂരിലേക്ക് കടന്നു വന്നു എന്ന വിവരം വന്നു. കാരണം തൃശ്ശൂരിൽ ഇയാളുടെ സഹോദരനെ പോലീസ് പിടികൂടി. സഹായിച്ചവരെ ഇതിനിടെ പല സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടി. പക്ഷേ ആയെങ്കിയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് തൃശ്ശൂരിൽ ഈ വ്യാപകമായ പരിശോധന